ഹായ് ഗായ്സ്, ഇന്ന് ഒരു പ്രധാനപ്പെട്ട സംഭവം പറയാനാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. നിങ്ങളുടെ ATM കാർഡ് മാഗ്നറ്റിക് സ്ട്രിപ്പ് കാർഡാണോ എങ്കിൽ ഈ ഡിസംബർ 31 മുതൽ അത് വർക്കാവില്ല. നിങ്ങളുടെ ATM കാർഡുകൾ ഡിസംബർ 31 മുതൽ ബാൻ ആവാൻ പോവുകയാണ്, വർക്കാവത്തില്ല. അതുകൊണ്ട് നിങ്ങൾ അത് പോയി ബാങ്കിൽ കൊണ്ട് മാറ്റേണ്ടതുണ്ട്, അത്യാവശ്യമാണ്. നിങ്ങളുടെ ATM കാർഡിൻ്റെ വാലിഡിറ്റി ഒക്കെ 2020 വരെ 2023 വരെ കാണും. എന്നാൽ മാഗ്നറ്റിക് സ്ട്രിപ്പായിട്ടുള്ള ATM കാർഡുകൾ 2018 ഡിസംബർ 31 പിൻവലിക്കപ്പെടുകയാണ്. EMV ചിപ്പുള്ള കാർഡുകളാണ് ഇനി വിതരണം ചെയ്യാൻ പോകുന്നത്. അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് നോക്കാം. എൻ്റെ ബാങ്ക് എനിക്ക് മെസ്സേജ് അയച്ചു കഴിഞ്ഞു. ഞാൻ സൗത്ത് ഇന്ത്യൻ ബാങ്കിലാണ് എൻ്റെ അക്കൗണ്ട് ഉള്ളത്. എൻ്റെ ബാങ്ക് എനിക്ക് മെസ്സേജ് അയച്ചു കഴിഞ്ഞു കാർഡ് മാറ്റണമെന്ന്. അതുപോലെ തന്നെ ഈ SBI ഇതുപോലെ മെസ്സേജ് അയക്കുന്നുണ്ട്. ഇങ്ങനെ പല ബാങ്കുകൾ ഇതുപോലെ മെസ്സേജ് അയക്കുന്നുണ്ട്. ഇതിൻ്റെ നിജസ്ഥിതി നമുക്ക് നോക്കാം. നിങ്ങളുടെ കയ്യിൽ ഇത്തരത്തിലുള്ള കാർഡാണോ ഉള്ളത്? ഇത്തരത്തിലുള്ള കറുത്ത സ്ട്രിപ്പുള്ള കാർഡ് ഇതാണോ ഉള്ളത്? ആണെങ്കിൽ നിങ്ങൾ എത്രയും വേഗം പോയി ഇത് മാറ്റണം. ഈ കറുത്ത സ്ട്രിപ്പുള്ള കാർഡാണ് നിങ്ങളുടെ കയ്യിലുള്ളെങ്കിൽ നിങ്ങൾ എത്രയും വേഗം പോയി ഇത് മാറ്റണം. നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് EMV സ്ട്രിപ്പുള്ള, കണ്ട ഒരു സിം കാർഡിൻ്റെ കൂട്ടൊരു സാധനം കിടക്കുന്നത്, EMV സ്ട്രിപ്പുള്ള ഒരു കാർഡാണ് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത്. EMV സ്ട്രിപ്പുള്ള ഒരു കാർഡാണ്. ഒരു സിം കാർഡിൻ്റെ കൂട്ട് സൈഡിൽ ഒരു ചിപ്പ് കാണും. അങ്ങനെ EMV സ്ട്രിപ്പുള്ള ഒരു കാർഡാണ് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത്. ഇത് കൂടുതൽ സുരക്ഷിതമാണെന്ന് പറയപ്പെടുന്നു. പാസ്വേഡ് ഹാക്കിങ്ങും അതുപോലെ ATM ഫ്രോഡിനെയൊക്കെ പ്രിവെൻറ്റ് ചെയ്യാനാണ് ഇത്തരത്തിലുള്ള EMV ചിപ്പുള്ള കാർഡ് പ്രൊവൈഡ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ എത്രയും വേഗം തന്നെ നിങ്ങൾ പോയി അപേക്ഷ കൊടുക്കുക നിങ്ങളുടെ EMV സ്ട്രിപ്പ് കാർഡിന് വേണ്ടി. അത് നിങ്ങളെ ഇങ്ങനെയുള്ള ഒരു ന്യൂസ്, പ്രത്യേകിച്ച് മെസ്സേജുകളൊക്കെ വരുമ്പോൾ എല്ലാവരും ശ്രദ്ധിക്കാതെ വിട്ടുകളയും. അതുകൊണ്ട് നിങ്ങളുടെ ATM കാർഡ് ബ്ലോക്ക് ആവാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങളോട് പറയുകയാണ്, എത്രയും വേഗം നിങ്ങളുടെ കാർഡ് നിങ്ങൾ മാറ്റിയെടുക്കുക. ഇത് നിങ്ങളെ അറിയിക്കാനാണ് ഞാൻ ഈ പ്രത്യേക വ്ളോഗ് ഇപ്പം കൊണ്ടുവന്നത്. ഇത് കണ്ടതിന് നന്ദി. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.